ഹായ്, എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ കേടുകൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് നല്ലെണ്ണയാണ്. അപ്പോൾ ഇതൊരു 3-3.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ബീട്രൂട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുന്നത്, വേറെ വെള്ളം ചേർക്കണില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കടുക് ഉലുവ പൊട്ടിയിട്ട് അതിനകത്തേക്ക് ഒരു ഫുള്ള് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി 2 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞതും പിന്നെ പച്ചമുളകും കൂടെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പച്ചപ്പ് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് പച്ചപ്പ് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചപ്പ് മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ട് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഒരു 3 ബീട്രൂട്ട്, ഒരു മീഡിയം വലുപ്പമുള്ള ബീട്രൂട്ട് 3 അരിഞ്ഞത്, അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കുക. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ കിടന്നിട്ട് വഴറ്റി വേവിച്ചെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ നന്ന് ഇളക്കിയാൽ മതി. എണ്ണ ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ബീട്രൂട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. മുളക് പൊടി ഒരു 6 ടീസ്പൂൺ ഇട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവ് ഇല്ലാണ്ടാണ് ബീട്രൂട്ട് അച്ചാർ ടേസ്റ്റ്. ബീട്രൂട്ടിൻ്റെ ചെറിയ മധുരമൊക്കെ വരുമ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് കായപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് ഈ പാകത്തിനാണ് കിട്ടേണ്ടത്. ഇതിനകത്ത് ചാറധികം ആവശ്യമില്ല. ഇത് ചൂടാറുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. ഈ അച്ചാർ നന്നായിട്ട് വെന്തതുകൊണ്ട്, ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ആയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കാം.